നമസ്കാരം. പ്രശസ്ത നാടകകൃത്തും തിരക്കഥാകൃത്തുമായ KT മുഹമ്മദ് രചിച്ച മനോഹരമായൊരു ഗാനമാണ് നാം ഇന്ന് പരിചയപ്പെടുക. ഖൽബിലെ നിലാവ് എന്ന പേരിലാണ് നമുക്കത് പഠിക്കുവാനായി നൽകിയിരിക്കുന്നത്. ഇത് ഭൂമിയാണ് എന്ന നാടകത്തിലെ 5-ാം രംഗത്തിലുള്ള ഒരു ഗാനമാണിത്. നാട്ടുമൊഴിയായി പ്രചരിച്ചു വന്ന മാപ്പിളപ്പാട്ടു വരികളാണ് താമരപ്പൂങ്കാവനത്തിൽ എന്ന് തുടങ്ങുന്ന ആദ്യ വരികൾ. ആ താളത്തിൽ പുതിയ വരികൾ കൂട്ടിച്ചേർക്കുകയാണ് രചയിതാവ് ചെയ്തിരിക്കുന്നത്. മാപ്പിളപ്പാട്ടു ശൈലിയിൽ രചിക്കപ്പെട്ട മനോഹരമായ ഒരു ഗാനം. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കും നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ പങ്കുറങ്കുള്ളോളെ എന്ന് തുടങ്ങുന്ന ആദ്യ വരികൾ. ആ വരികൾ എന്താണ്? വായ്മൊഴിയായി നാട്ടുമൊഴിയായി പ്രചരിച്ചു വന്നവയാണ്. ആ താളത്തിൽ പുതിയ വരികൾ കൂട്ടിച്ചേർത്ത് നാടകത്തിനായി ഉപയോഗിക്കുകയാണ് രചയിതാവ് ചെയ്തത്. ബാല്യകാലസഖി എന്ന സിനിമയിലും ഈ ഗാനമുണ്ട്. KT മുഹമ്മദ് രചിച്ച് K രാഘവൻ സംഗീതം നൽകി യേശുദാസ് ആലപിച്ച ബാല്യകാലസഖിയിലെ മനോഹരമായ ആ ഗാനം ഇന്നും ഏറെ ആസ്വദിക്കപ്പെടുന്നുണ്ട്. ബാല്യകാലസഖി എന്ന ബഷീറിൻ്റെ നോവൽ 2 തവണ സിനിമയാക്കിയിട്ടുണ്ട്. ബഷീർ തന്നെ തിരക്കഥയും സംഭാഷണവും തയ്യാറാക്കി പ്രേം നസീറും ഷീലയും പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച ആദ്യ ചിത്രം 1967 പുറത്തിറക്കി. പിന്നീട് 2014 ബാല്യകാലസഖി വീണ്ടും സിനിമയായി. പത്മശ്രീ ഭരത് മമ്മൂട്ടി നായകനായി അഭിനയിച്ച ഈ ചിത്രത്തിൽ ഇഷ തൽവാറാണ് സുഹ്റയായി അഭിനയിച്ചിരിക്കുക. ഈ സിനിമയിൽ താമരപ്പൂങ്കാവനത്തിൽ എന്ന് തുടങ്ങുന്ന മനോഹരമായ ആ ഗാനമുണ്ട്. ഇന്നും ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന, ഏറെ ഹൃദയസ്പർശിയായ മനോഹരമായ ആ ഗാനം. അപ്പോൾ ആ ഗാനം കേൾക്കുവാനും ഒപ്പം എന്താണ് താളത്തിൽ പാടുവാനും വരികൾ വിശകലനം ചെയ്ത് പഠിക്കുവാനുമാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുക. നമുക്ക് ആദ്യ ഭാഗം ഒന്ന് പരിചയപ്പെടാം. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കും നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ പങ്കുറങ്കുള്ളോളെ, പൂനിലാവ് വന്ന് പൂവിതറനുണ്ട്, പൂക്കളിൽ പൂറാണിയായി പൂത്തു നിൽക്കുന്നോളെ പൂത്തു നിൽക്കുന്നോളെ. അപ്പോൾ നന്നായി പാടാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടെ, ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്തു എന്നേ ഉള്ളൂ. വെറുതെ എന്താണ് ആ താളത്തിലൊന്ന് പാടി എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മനോഹരമായി എന്താണ് ഈ ഗാനം അതിൻ്റെ താളത്തിനും ഒപ്പം എന്താണ് അതിൻ്റെ ഭംഗിയും ഭാവവും ഒക്കെ ഉൾക്കൊണ്ട് പാടുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നവളായിട്ടാണ് നായികയെ നായകൻ കാണുക. അപ്പോൾ താമരപ്പൂങ്കാവനം, താമരപ്പൂവിൻ്റെ ഭംഗി നമുക്കറിയാം. അപ്പോൾ താമരപ്പൂങ്കാവനം, താമരപ്പൂക്കളുടെ ഒരു ഉദ്യാനം. അപ്പോൾ എത്രമാത്രം മനോഹരമാകും എന്ന് നമുക്കറിയാം. അപ്പോൾ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നവളാണ് തൻ്റെ നായിക, തൻ്റെ സുന്ദരിയായ കാമുകി എന്നാണ് യുവാവിൻ്റെ അല്ല എങ്കിൽ നായകൻ്റെ സങ്കല്പം. നായികയെ വർണ്ണിക്കുന്ന സ്വഭാവമാണ് ഈ ഗാനത്തിനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നായകൻ നായികയെ വർണ്ണിക്കുകയാണ്. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നവൾ, ഇപ്പോൾ താമരപ്പൂക്കളുടെ ഉദ്യാനത്തിൽ വസിക്കുന്നവൾ. അപ്പോൾ അതിമനോഹരിയാണ് നായിക എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് പറ്റും. പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളവൾ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളവൾ, പഞ്ചവർണ്ണ പൈങ്കിളി ഇവിടെ പങ്ക് റങ്കുള്ളവൾ. പങ്ക് എന്ന് പറഞ്ഞാൽ ഭാഗം എന്നാണ് അർത്ഥം. റങ്ക് എന്ന് പറഞ്ഞാൽ ഭംഗി എന്നാണ് അർത്ഥം. അപ്പോൾ പഞ്ചവർണ്ണ പൈങ്കിളിയുടെ ഭംഗി പകർന്നു കിട്ടിയവൾ അതീവ സുന്ദരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. അതിമനോഹരിയാണ് നായിക എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് പറ്റും. പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്ക് റങ്കുള്ളവൾ, പൂനിലാവ് വന്ന് പൂവിതറനുണ്ട്. അപ്പോൾ എന്താണ്? പ്രണയം നിറഞ്ഞു തുളുമ്പുന്ന അന്തരീക്ഷം, അനുകൂലമായ സാഹചര്യമാണ് ചുറ്റുമുള്ളത്. അപ്പോൾ പൂനിലാവ് പൊഴിയുന്ന സുന്ദരമായ രാത്രി, പൂനിലാവ് വന്ന് പൂവിതറനുണ്ട്, പൂക്കളിൽ പൂറാണിയായി പൂത്തു നിൽക്കുന്നവളെ, പൂക്കളിലെ റാണിയാണു നീ എന്നാണ് പറയുക. അപ്പോൾ അതീവ സുന്ദരിയാണ് നായിക എന്നാണ് നായകൻ അവളെ പറ്റി പറയുക.
താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നവളാണ്. പഞ്ചവർണ്ണ പൈങ്കിളിയുടെ ഭംഗി പകർന്നു കിട്ടിയവളാണ്. പൂക്കളിലെ റാണിയാണു നീ എന്നാണ്. പൂക്കളിൽ പൂറാണിയായി പൂത്തു നിൽക്കുക. പൂത്തു നിൽക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? യൗവനത്തിൻ്റെ തുടിപ്പും മനോഹാരിതയും ഭംഗിയും ഒപ്പം എന്താണ്? യൗവനത്തിൻ്റെതായ എല്ലാ ഭാവഭംഗികളും പകർന്നു ലഭിച്ചവളാണ് നായിക എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് പറ്റും. കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ തരിച്ചുപോയി, കൺമണിയെ കാണുവാനായി കൺകൊതിച്ചുപോയി, കണ്ണുകളാൽ കൽബുകളിൽ കല്ലെറിയുന്നോള്. കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ തരിച്ചുപോയി, കൺമണിയെ കാണുവാനായി കൺകൊതിച്ചുപോയി. അപ്പോൾ കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ തരിച്ചുപോയി എന്ന് പറയുമ്പോൾ ദീർഘകാലമായുള്ള ആ കാത്തിരിപ്പ്, കാത്തിരുന്ന് കാത്തിരുന്ന് എന്ന ആവർത്തനത്തിലൂടെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് പറ്റും. അപ്പോൾ ഏറെ നാളായി തൻ്റെ ഹൃദയം കവർന്ന നായികയ്ക്ക് വേണ്ടി താൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് തൻ്റെ കാൽ മരവിച്ചു തുടങ്ങിയിരിക്കുന്നു. കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു പോയി. അപ്പോൾ അയാളുടെ തീവ്രമായ ആഗ്രഹം, കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു പോയി. ഇപ്പം തൻ്റെ പ്രണയിനിയെ കാണുവാനുള്ള അയാളുടെ ആഗ്രഹം, തീവ്രമായ ആഗ്രഹം ഈ വരികളിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് പറ്റും. കണ്ണുകളാൽ കൽബുകളിൽ കല്ലെറിയുന്നോള്. അപ്പോൾ കണ്ണുകളാൽ കൽബുകളിൽ കല്ലെറിയുന്നവൾ, കണ്ണുകൾ കൊണ്ട് ഹൃദയത്തിൽ കൽബുകളിൽ കല്ലെറിയുന്നവൾ. അപ്പോൾ സുന്ദരിയായ യുവതിയുടെ പ്രണയപൂർവമായ തീക്ഷ്ണമായ നോട്ടം, ആ കടാക്ഷം അതെന്താണ്? ഒരു തരത്തിലുള്ള ഒരു കല്ലെറിയല, ഹൃദയത്തിൽ എന്താണ്? പ്രണയത്തിൻ്റെ നോവ് അയാൾ അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് പറ്റും. അന്നൊരു നാൾ അമ്പിളിമാൻ വമ്പനായി വന്നു, വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്നു നിന്നു. അപ്പോൾ നമ്മൾ എന്താണ്? പലപ്പോഴും മുഖശോഭയ്ക്ക് സാദൃശ്യമായിട്ട് ചന്ദ്രനോട് സാദൃശ്യപ്പെടുത്താറുണ്ട്. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന ഉപമയുടെ ഉദാഹരണം തുടങ്ങി പലപ്പോഴും എന്താണ് നമ്മൾ സാദൃശ്യ കൽപ്പനയ്ക്കായി മുഖശോഭയുടെ സൗന്ദര്യത്തിൻ്റെയൊക്കെ പ്രതീകമായി കാണുന്നത് ചന്ദ്രനെയാണ്. അപ്പോൾ ചന്ദ്രൻ്റെ പാൽനിലാവും വെണ്മയും മനോഹാരിതയും ഒക്കെ ആണ് അതിനുള്ള കാരണം. അപ്പോൾ ഇവിടെ അന്നൊരു നാൾ അമ്പിളിമാൻ വമ്പനായി വന്നു. അമ്പിളിമാമനാണ്, ചന്ദ്രനാണ്. അപ്പോൾ അന്നൊരു ദിവസം എന്താണ്? അമ്പിളിമാമൻ വമ്പനായി വന്നു, പ്രതാപത്തോടുകൂടി വന്നു, വമ്പനായി വന്നു, വലിയവനായി, പ്രതാപിയായി, നല്ല തേജസ്സോടുകൂടി എത്തി. പക്ഷേ വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്നു നിന്നു. അപ്പോൾ അമ്പിളിമാമനെ ചന്ദ്രനെ പോലും അതിശയിപ്പിക്കുന്ന മുഖശോഭയും സൗന്ദര്യവും നായികയ്ക്കുണ്ട്. അന്നൊരു നാൾ അമ്പിളിമാൻ വമ്പനായി വന്നു, വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്നു നിന്നു, കണ്ണുകളാൽ കൽബുകളിൽ കല്ലെറിയുന്നോള് എന്ന വരികൾ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്താണ്? പാട്ട് ഇങ്ങനെ തീരുകയാണ്. നായികയുടെ അഭൗമമായ സൗന്ദര്യത്തിൻ്റെ വർണ്ണനയും ഒപ്പം നായകൻ്റെ പ്രണയാതുരമായ മാനസിക ഭാവങ്ങളുമെല്ലാം ഈ വരികളിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് പറ്റും. പാഠഭാഗത്തിൻ്റെ പൊതുസവിശേഷതകൾ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞു പോകാം. പ്രശസ്ത നാടകകൃത്തും തിരക്കഥാകൃത്തുമായ KT മുഹമ്മദ് രചിച്ച മനോഹരമായൊരു ഗാനമാണ് ഖൽബിലെ നിലാവ് എന്ന പേരിൽ നമുക്ക് പാഠഭാഗമായി നൽകിയിരിക്കുന്നത്. ഇത് ഭൂമിയാണ് എന്ന നാടകത്തിലെ 5-ാം രംഗത്തിലുള്ള ഗാനമാണിത്. നമ്മുടെ നാട്ടുപാരമ്പര്യത്തിലെ നാടോടിത്തനിമ പ്രതിഫലിക്കുന്ന ഒരു ഗാനമാണിത്. നാട്ടുമൊഴിയായി പ്രചരിച്ചു വന്ന, വായ്മൊഴിയായി പാടിപ്പാടി പ്രചരിച്ചു വന്ന മാപ്പിളപ്പാട്ടു വരികളാണ് താമരപ്പൂങ്കാവനത്തിൽ എന്ന് തുടങ്ങുന്ന ആദ്യ വരികൾ. ആ താളത്തിൽ പുതിയ വരികൾ കൂട്ടിച്ചേർക്കുകയാണ് രചയിതാവ് ചെയ്തിരിക്കുന്നത്. നായികയുടെ സൗന്ദര്യം വർണ്ണിച്ചു പാടുന്ന രീതിയിലുള്ളതാണ് ഈ ഗാനം. നായകൻ്റെ നായികയോടുള്ള പ്രണയവും കാത്തിരിപ്പിൻ്റെ തീവ്രതയും നായികയുടെ അഭൗമമായ സൗന്ദര്യത്തിൻ്റെ വർണ്ണനയും ഹൃദയസ്പർശിയായി ആവിഷ്കരിക്കുവാൻ ഗാനരചയിതാവിന് കഴിഞ്ഞിരിക്കുന്നു. ബാല്യകാലസഖി എന്ന സിനിമയിലും മനോഹരമായ ഈ ഗാനമുണ്ട്. KT മുഹമ്മദ് രചിച്ച് K രാഘവൻ സംഗീതം നൽകി യേശുദാസ് ആലപിച്ച മനോഹരമായ ഈ ഗാനം ഇന്നും പ്രേക്ഷകരുടെ ഇഷ്ടഗാനമാണ്. ഇനി പഠന പ്രവർത്തനങ്ങൾ നോക്കാം. പഠന പ്രവർത്തനങ്ങളിൽ ആദ്യത്തേത്, ഗാനത്തിൽ നായകൻ്റെ കാത്തിരിപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? കണ്ടെത്തി എഴുതുക. ഗാനത്തിൽ നായകൻ്റെ കാത്തിരിപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? അപ്പം നമുക്ക് ആ വരികളൊന്ന് നോക്കാം. പാഠഭാഗത്ത് നമ്മൾ ആ വരികൾ കണ്ടതാണ്, വിശകലനം ചെയ്തതാണ്. കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ തരിച്ചുപോയി, കൺമണിയെ കാണുവാനായി
കൺകൊതിച്ചു പോയി. ഇപ്പം നായകൻ്റെ നായികയോടുള്ള പ്രണയവും ദീർഘകാലമായുള്ള കാത്തിരിപ്പും ഒപ്പം അവളെ കാണുവാനുള്ള തീവ്രമായ തീക്ഷ്ണമായ ആഗ്രഹവുമെല്ലാം നൽകുന്ന അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന വ്യക്തമാകുന്ന വരികളാണ്. കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ തരിച്ചു പോയി, കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു പോയി. നായകന് നായികയോടുള്ള പ്രണയവും ഒപ്പം കാത്തിരിപ്പിൻ്റെ ദീർഘകാലമായുള്ള അയാളുടെ കാത്തിരിപ്പും ഒപ്പം അവളെ കാണുവാനുള്ള അയാളുടെ തീവ്രമായ ആഗ്രഹവും അഭിലാഷവും ഒക്കെ ഈ വരികളിൽ വളരെ സ്പഷ്ടമായി പ്രകടമാണ്. രണ്ടാമത്തെ ചോദ്യം, താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ. ഇതുപോലുള്ള മനോഹരമായ പ്രയോഗങ്ങൾ ഗാനത്തിലുണ്ടല്ലോ. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, ഇതുപോലുള്ള മനോഹരമായ പ്രയോഗങ്ങൾ ഗാനത്തിലുണ്ടല്ലോ. ഇത്തരത്തിൽ പ്രകൃതിയെയും നായികയെയും അവതരിപ്പിക്കുന്ന വർണ്ണനകളുടെ ഭംഗി കണ്ടെത്തി വിശകലനം ചെയ്യുക. പാഠഭാഗം വിശകലനം ചെയ്യുമ്പോൾ നായികയുടെ സൗന്ദര്യ വർണ്ണന, നായികയെ നായകൻ വിശേഷിപ്പിക്കുന്നത് നമുക്ക് കണ്ടെത്തുവാനായിട്ട് പറ്റും. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നവൾ. ഇപ്പോൾ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നവൾ എന്ന് പറയുമ്പോൾ ആ പൂങ്കാവനം, താമരപ്പൂക്കൾ നിറഞ്ഞ ആ പൂങ്കാവനത്തിൻ്റെ മനോഹാരിതയും ഒപ്പം എന്താണ് അവിടെ പൂറാണിയായി പൂത്തു നിൽക്കുന്ന, പൂക്കളിലെ റാണിയായി പൂത്തുലഞ്ഞു നിൽക്കുന്ന ആ യുവതിയുടെ എന്താണ് അതിശയകരമായ സൗന്ദര്യവും ഒക്കെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് പറ്റും. പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളവൾ, പഞ്ചവർണ്ണ പൈങ്കിളിയുടെ ഭംഗി പകർന്നു കിട്ടിയവൾ. അപ്പോൾ അതീവ സുന്ദരിയാണ് എന്ന് നമുക്ക് എന്താണ് പെട്ടെന്ന് ആസ്വാദകൻ്റെ മനസ്സിൽ അവളുടെ രൂപം തെളിഞ്ഞു നിൽക്കും. പൂക്കളിൽ പൂറാണിയായി പൂത്തു നിൽക്കുന്നവൾ, പൂക്കളിൽ പൂറാണിയായി പൂത്തു നിൽക്കുന്നവൾ എന്ന് പറയുമ്പോൾ യൗവനത്തിൻ്റെ അംഗലാവണ്യവും അഴകും ആകർഷകത്വവും ഒക്കെ പൂത്തുലഞ്ഞു നിൽക്കുക എന്ന് പറയുമ്പോൾ യൗവനത്തിൻ്റെ തുടിപ്പും അംഗലാവണ്യവും അഴകും ആകർഷകത്വവും ഒക്കെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് പറ്റും. കണ്ണുകളാൽ കൽബുകളിൽ കല്ലെറിയുന്നവൾ, അവളുടെ പ്രണയ നിർഭരമായ കണ്ണുകളും അതിൻ്റെ വശ്യതയും ആകർഷകത്വവും ഒപ്പം അത് എന്താണ് കാമുകൻ്റെ മനസ്സിന് നൽകുന്ന അല്ലെങ്കിൽ മനസ്സിലേൽപ്പിക്കുന്ന പ്രണയത്തിൻ്റെ കുളിർമയും ചൂടുമൊക്കെ നമുക്ക് കണ്ടെത്താം. അമ്പിളിമാമനെ സൗന്ദര്യത്തിൽ അമ്പരപ്പിക്കുന്നവൾ, അപ്പോൾ സൗന്ദര്യാതിരേകം കൊണ്ട് അമ്പിളിമാമനെ പോലും അതിശയിപ്പിക്കുന്ന മുഖശോഭയും സൗന്ദര്യവും യുവതിക്ക് ഉണ്ട് എന്ന്, നായികയ്ക്കുണ്ട് എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ എന്താണ് അതീവ മനോഹരമായ പ്രയോഗങ്ങളാണ് നമുക്ക് ഈ കവിതയിൽ നിന്ന്, പാട്ടിൽ നിന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കുക. അടുത്ത ചോദ്യം, മനോഹരമായൊരു ഗാനം പരിചയപ്പെട്ടല്ലോ. ഗാനത്തിൻ്റെ സവിശേഷതകൾ ഉൾക്കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാശയത്തെ മുൻനിർത്തി ഗാനം രചിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് മനോഹരമായ രീതിയിൽ നിങ്ങളുടെ സർഗാത്മകമായ കഴിവുകൾക്കനുസരിച്ച് എഴുതുവാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളതനുസരിച്ച് ചെയ്യുക. അടുത്ത ചോദ്യം, നാടകങ്ങളിലും സിനിമകളിലും ഗാനം അനിവാര്യമാണോ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സംവാദം സംഘടിപ്പിക്കുക. അപ്പോൾ തീർച്ചയായും സിനിമകളിലും നാടകങ്ങളിലുമൊക്കെ ഗാനങ്ങൾ കാണാറുണ്ട്. ഒപ്പം അത് നമ്മൾ ആസ്വദിക്കാറുണ്ട്. ഇത്തരത്തിൽ നാടകങ്ങളിലും സിനിമകളിലും ഗാനം ഒരു അനിവാര്യതയാണോ, നാടകങ്ങളിലും സിനിമകളിലും ഗാനം അനിവാര്യമാണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു സംവാദം എന്ന് പറയുമ്പോൾ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാകും. സിനിമകളിലും നാടകങ്ങളിലും ഗാനം അനിവാര്യമാണ് എന്ന് അനുകൂലിക്കുന്നവർ, ആ വാദത്തെ അനുകൂലിക്കുന്നവരുണ്ട് എങ്കിൽ അതിന് അനുഗുണമായ അനുസൃതമായ വാദമുഖങ്ങൾ അവതരിപ്പിക്കണം. അതേസമയം നാടകങ്ങളിലും സിനിമകളിലും ഗാനം ഒരു അനിവാര്യ ഘടകമല്ല എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ അതിന് അനുസൃതമായ കാരണങ്ങൾ കണ്ടെത്തണം. ഇപ്പം തീർച്ചയായും സിനിമകളും നാടകങ്ങളും നമ്മൾ ആസ്വദിക്കാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും പുതിയ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലായും കാണുന്നത് സിനിമകളാണ്. അപ്പോൾ സിനിമകളിലെ ഗാനങ്ങൾ സിനിമ കാണുന്നതിന് മുൻപും ഒപ്പം സിനിമ തിയേറ്ററുകളിൽ നിന്നെല്ലാം പോയി ഏറെക്കാലം കാലങ്ങളെല്ലാം കടന്നു പോയാലും ഗാനങ്ങൾ നിലനിൽക്കുന്നതുമൊക്കെ നമുക്ക് കാണാം. പക്ഷേ നമുക്ക് നൽകിയിരിക്കുന്ന ചോദ്യം നാടകങ്ങളിലും സിനിമകളിലും ഗാനം അനിവാര്യമാണോ എന്നാണ്. അപ്പം തീർച്ചയായും അതിനനുയോജ്യമായ രീതിയിലുള്ള ഒരു മറുപടിയാണ് നാം നൽകേണ്ടത്. ഇപ്പോൾ പ്രമേയപരമായ കലാപരമായ മികവിന് പലപ്പോഴും പാട്ട് അനിവാര്യമാണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും
ഗാനങ്ങളൊന്നുമില്ല എങ്കിലും വളരെ സുന്ദരമായി, മനോഹരമായി, ഹൃദയസ്പർശിയായി, കലാപരമായി സിനിമ അവതരിപ്പിക്കുവാനായിട്ട് തന്നെ സാധിക്കും. പക്ഷേ എന്താണ്, കോടികൾ മുടക്കുന്ന ഒരു വാണിജ്യ സിനിമയെ സംബന്ധിച്ചിടത്തോളം, ഒപ്പം വിനോദം എന്ന നിലയിൽ നമ്മൾ സിനിമ ആസ്വദിക്കുമ്പോൾ തീർച്ചയായും സിനിമകളിൽ അല്ലെങ്കിൽ നാടകങ്ങളിൽ ഗാനങ്ങൾ പലപ്പോഴും ആവശ്യമായി വരുന്നു. അപ്പോൾ ആസ്വാദക പ്രീതിക്ക് വേണ്ടി തീർച്ചയായും ഒരു കലാരൂപം എന്നതിനേക്കാൾ തീർച്ചയായും ഒരു വിനോദോപാധി എന്ന നിലയിൽ നമ്മൾ നാടകങ്ങളെയും സിനിമകളെയും കാണുകയാണ് എങ്കിൽ ആസ്വാദക പ്രീതിക്കും ഒപ്പം സിനിമയുടെ അല്ലെങ്കിൽ നാടകത്തിൻ്റെ വിജയത്തിനും ഗാനങ്ങൾ അനിവാര്യമായി തീരുന്നതായി നമുക്ക് കാണാം. അപ്പോൾ വാണിജ്യ വിജയത്തിന് ഒപ്പം പ്രേക്ഷക സ്വീകാര്യതയ്ക്ക് ഗാനങ്ങൾ ആവശ്യമായി തീരുന്നു. സിനിമ അല്ലെങ്കിൽ നാടകം തീർച്ചയായും കാണുന്നില്ല എങ്കിലും കാലങ്ങൾ കഴിഞ്ഞാലും പാട്ട് നിലനിൽക്കുകയും കേൾക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ, എത്രയോ വർഷങ്ങൾക്ക് മുൻപുള്ള ചലച്ചിത്ര ഗാനങ്ങളാണ് ഇപ്പോഴും നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗാനശാഖ എന്ന നിലയിൽ തന്നെ, ഒരു പ്രത്യേക ഗാന ശാഖ എന്ന നിലയിൽ തന്നെ ചലച്ചിത്ര ഗാനങ്ങൾ കാണാറുണ്ട്. അല്ലെങ്കിൽ നാടക ഗാനങ്ങൾ, ഹൃദയസ്പർശിയായ ഒട്ടേറെ നാടക ഗാനങ്ങൾ ഉണ്ട്. പക്ഷേ നാടകങ്ങളും സിനിമകളും ഒരു കലാരൂപം എന്ന നിലയിൽ വിലയിരുത്തപ്പെടുമ്പോൾ അതിൻ്റെ പ്രമേയപരമായ മികവിനോ കലാപരമായ മേന്മയ്ക്കോ ഒന്നും ഗാനങ്ങൾ ആവശ്യമല്ല. അതേസമയം തീർച്ചയായും ഒരു വാണിജ്യം അല്ലെങ്കിൽ ആസ്വാദനം എന്നീ തലത്തിൽ നമ്മൾ ആ ഗാനങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ തീർച്ചയായും സിനിമയുടെ വിജയത്തിന് അല്ലെങ്കിൽ ആസ്വാദക പ്രീതിക്ക് തീർച്ചയായും വാണിജ്യ വിജയത്തിന് സിനിമാ ഗാനങ്ങൾ ഒരു വലിയ പങ്ക് അല്ലെങ്കിൽ ഗാനങ്ങൾ ഒരു വലിയ പങ്ക് വഹിക്കുന്നതായി നമുക്ക് കാണാം. അടുത്ത 2 ചോദ്യങ്ങൾ നോക്കുക. മലയാളികൾ നെഞ്ചേറ്റിയ പ്രശസ്തങ്ങളായ നാടക സിനിമാ ഗാനങ്ങൾ ശേഖരിച്ച് ക്ലാസ്സിൽ ഗാന സദസ്സ് സംഘടിപ്പിക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനമായിരിക്കും അത്. നമുക്ക് പ്രിയങ്കരങ്ങളായ നാടക സിനിമാ ഗാനങ്ങൾ ശേഖരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക എന്നുള്ളത്. അവതരണത്തിൻ്റെ ഭാഗമായി ഓരോ ഗാനത്തെയും പരിചയപ്പെടുത്തുന്നതിനാവശ്യമായ ആമുഖ ഭാഷണം, പോസ്റ്റർ എന്നിവ തയ്യാറാക്കുക. അപ്പോൾ നാടക ഗാനമാണെങ്കിലും സിനിമാ ഗാനമാണെങ്കിലും അത് ആരുടെ രചനയാണ്, ആ സിനിമ ആ ഗാനം ആരുടേതാണ്, ഒപ്പം സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ആരാണ് ആലപിച്ചിരിക്കുന്നത്, ഏത് നാടകത്തിലേതാണ് അല്ലെങ്കിൽ ഏതു സിനിമയിലേതാണ് എന്ന് ഇറങ്ങിയതാണ് ആ ഗാനം എന്നിങ്ങനെ വിശദമാക്കിക്കൊണ്ട് ഒരു ആമുഖ ഭാഷണം തയ്യാറാക്കുക. ഒപ്പം ആ ഗാനത്തെ പരിചയപ്പെടുത്തുന്ന തരത്തിൽ പോസ്റ്റർ തയ്യാറാക്കുക. അടുത്ത ചോദ്യം. സമ്പന്നമായ ഗാനസാഹിത്യ പാരമ്പര്യം മലയാളത്തിലുണ്ട്. കൃഷി, പ്രകൃതി, സാമൂഹിക ജീവിതം, പ്രണയം, സാമൂഹിക വിമർശനം എന്നിങ്ങനെ വൈവിധ്യമാർന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അവ. നിങ്ങൾക്ക് ഇഷ്ടമായ ഏതെങ്കിലും ഒരു പാട്ട് വിശകലനം ചെയ്യുന്ന വീഡിയോ തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനം, അത് തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് പാട്ട് വിശകലനം ചെയ്യുന്ന ഒരു വീഡിയോ തയ്യാറാക്കുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. തീർച്ചയായും സർഗാത്മകമായ വളർച്ചയ്ക്കും ഒപ്പം നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ പ്രതിഭ കണ്ടെത്തുന്നതിനും വളർത്തുന്നതിനും ഒക്കെ ഇത്തരത്തിലുള്ള അവസരങ്ങൾ നമുക്ക് പ്രയോജനകരമാകും. അത് ഏറ്റവും മനോഹരമായി ചെയ്യുവാനും ഒപ്പം അതിനോടനുബന്ധമായി നമ്മൾ വിശകലനം ചെയ്യുകയും ഒപ്പം തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട ഉള്ള സെർച്ചുകളൊക്കെ നമ്മൾ നടത്തും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ വിഷയ വിശകലനവും ചർച്ചകളും ഒപ്പം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിവ് ഉണ്ടാകുന്നതിനും ഒപ്പം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതോടെ നമുക്ക് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുവാനും നമ്മുടെ കലാപരമായ കഴിവുകൾ കണ്ടെത്തുന്നതിനും വളർത്തുന്നതിനും അവ അവതരിപ്പിക്കുന്നതിലൂടെ ലഭിക്കുന്ന അംഗീകാരത്തിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് വളരുന്നതിനും നമ്മുടെ പ്രതിഭ കണ്ടെത്തി വളർത്തുന്നതിനുമൊക്കെ നമുക്ക് സഹായകമാകും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ അത്തരത്തിലുള്ള അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ പ്രയോജനപ്പെടുത്തുവാനായിട്ട് തീർച്ചയായും ശ്രദ്ധിക്കുക.